സാധാരണയായിട്ട് ഒ പിയിൽ വരുമ്പോൾ പേഷ്യൻസ് ചോദിക്കുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ഇത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. നമുക്കറിയാം റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് ഫോളിട്രാക്സ് എന്ന് പറഞ്ഞ് മിക്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനും അങ്ങനെ പല വാതരോഗങ്ങളും കഴിക്കുന്ന ഒരു കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് മെത്തോട്രെക്സേറ്റ് ആണ്. അപ്പോൾ ഈ മെത്തോട്രെക്സേറ്റിൻ്റെ ഒരു പ്രധാന പ്രശ്നം, കുറച്ച് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, 100-ൽ 5-6 പേർക്ക് കാണും എസ്പെഷ്യലി, അത് കഴിച്ച് കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാകും. ശനിയാഴ്ച ഗുളിക കഴിച്ചാൽ ഞായറാഴ്ച ഭയങ്കര ഛർദിലും വയറിന് ചെറിയ പ്രശ്നവും അല്ലെങ്കിൽ മനം പുരട്ടലും ഒക്കെ ഉണ്ടാകാം. അതൊരു 5% ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു അസുഖമാണ്. അത് എസ്പെഷ്യലി ഹയർ ഡോസ് 15-20 മില്ലിഗ്രാം കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഒരു കാര്യം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മെത്തോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ അങ്ങനെ സിംറ്റം ഉണ്ടെങ്കിൽ, ശനിയാഴ്ച കഴിച്ച് ഞായറാഴ്ചകളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് സ്ട്രോങ് ആയിട്ടൊരു കോഫി കുടിക്കുക. അതിൽ കഫീൻ വന്നു കഴിഞ്ഞ് ബ്രെയിനിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഈ ഒരു മനം പുരട്ടലും ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എംസെറ്റ് പോലെയോ അതുപോലെ ഒണ്ടാൻസെറ്റോൺ എന്നൊക്കെ പറയുന്ന ഛർദിലിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിനുള്ള പാൻറ്റോപ്രസോൾ പോലെയുള്ള അല്ലെങ്കിൽ ഡോംപെരിഡോൺ പോലെയുള്ള ചെറിയ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഛർദിലും മനം പുരട്ടും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ വേറെ ചെയ്യാവുന്ന കാര്യം, മെത്തോട്രെക്സേറ്റ് 15 മില്ലിഗ്രാമാണ് കഴിക്കുന്നതെങ്കിൽ 2 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ വൈകിട്ടും വൈകിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. ആ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ചാലും കുറേ ആളുകൾക്ക് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മെത്തോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ വേറൊരു പ്രശ്നമാണ് ലിവറിൽ SGPT SGOT കൂടുക. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തോട്രെക്സേറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന SGOT SGPT കൂടുതൽ പ്രധാനപ്പെട്ട കാരണം മെത്തോട്രെക്സേറ്റ് അല്ല, അതിനേക്കാളും കൂടുതൽ മെറ്റബോളിക് സിൻഡ്രോം, അത് നിങ്ങളെല്ലാം കേട്ട് കാണും, ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അപ്പോൾ SGOT SGPT കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഈ നാഷ് അഥവാ NAFLD MASLD എന്നൊക്കെ പറയും, അതായത് ഫാറ്റി ലിവർ ഡിസീസാണ്. ഈ ഫാറ്റി ലിവർ ഡിസീസിനെ കുറയ്ക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ഇൻടേക്കിലുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിയുന്നതും കുറയ്ക്കുക. കൊഴുപ്പുകളും അന്നജവും കാർബോഹൈഡ്രേറ്റും കഴിയുന്നത് കുറയ്ക്കുക. അത് ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക, ചപ്പാത്തി കഴിക്കുന്നത് കുറയ്ക്കുക, ദോശ കഴിക്കുന്നത് കുറയ്ക്കുക, കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, എണ്ണ കഴിയുന്നത് കുറയ്ക്കുക, പ്രോട്ടീൻ കഴിക്കുക. അപ്പോൾ സമൂഹകൃതമായ ഒരു ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 1/4 മണിക്കൂറെങ്കിലും നടക്കുക. അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഫാറ്റി ലിവർ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. നമ്മുടെ വെയിറ്റ് ഒരു 5 മുതൽ 6 കിലോ കുറഞ്ഞാൽ തന്നെ ഒരു ഗണ്യമായ രീതിയിൽ ഈ ഫാറ്റി ലിവർ കുറയും. അങ്ങനെയാണ് SGPT കൂടുന്നതിനുള്ള ചാൻസ് കുറയുകയും ചെയ്യും. പിന്നെ ഉണ്ടാകുന്ന വേറൊരു കോമൺ ആയിട്ട് വാതരോഗത്തിലൂടെ വാതരോഗികൾ കഴിക്കുന്ന HCQ എന്ന് പറയുന്ന മെഡിസിൻ നമുക്കറിയാം. HCQ കഴിക്കുമ്പോൾ ചിലർ കറക്കും, ഒരു ഡാർക്കനിങ് ഓഫ് സ്കിൻ വരും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ടാനിങ് വരും. ഈ ടാനിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് സൺലൈറ്റിൽ കൂടുതൽ പോകാതിരിക്കുക. സൺലൈറ്റിൽ പോകാതെ തന്നെ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കോമൺ ആയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ നമ്മൾ വാതരോഗത്തിന് മരുന്ന് കഴിയുന്നത് പെട്ടെന്ന് വന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ പെയിൻ കില്ലർ കഴിക്കുന്നു. പെയിൻ കില്ലർ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വാതരോഗത്തിൻ്റെ എല്ലാ മരുന്നുകളുടെയും സൈഡ് എഫക്റ്റ് കൂടും. അതായത് ഒന്ന് കിഡ്നിയിലുള്ള അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് കാണും. ഇത് വാതരോഗത്തിൻ്റെ മരുന്നുകൾ കിഡ്നിയുടെ പുറത്ത് പോകത്തില്ല. അതുകൊണ്ട് അത് ബ്ലഡിൽ ഇടയ്ക്കുകയും അനാവശ്യമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അത് ചിലർക്ക് അത് ക്രിയാറ്റിൻ ബോർഡർ ലൈനൊക്കെയാണ് ഗുരുതരമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ പെയിൻ കില്ലേഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നൊരു രോഗിക്ക് പെയിൻ കില്ലറും കൂടി കഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? SGOT SGPT ഒക്കെ കൂടി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മെത്തോട്രെക്സേറ്റ് ഉണ്ടാകും. പലപ്പോഴും ഈ ഗുളികകൾ കഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡോക്ടറിൻ്റെയൊക്കെ പറയുക, ഇന്ന ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന്. കഴിയുന്നതും ഒരു ഡോക്ടർ നിർദ്ദേശത്തോടെ അല്ലാതെ ആവശ്യമില്ലാതെ കടയിൽ നിന്നൊക്കെ മേടിച്ച് മരുന്ന് കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെയുള്ള ബാക്കിയുള്ള മെഡിസിൻസ് പലപ്പോഴും സൾഫാസലസിൻ ആണെങ്കിൽ ലെഫ്റ്റുണമൈഡിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഗ്യാസ്ട്രൈറ്റ്, ഒരു നെഞ്ചരിച്ചിൽ പോലെയൊക്കെ വരാം. അത് പലപ്പോഴും ആഹാരത്തിന് ശേഷം ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. അത് കൂടാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റോപ്രസോളോ ഒമിപ്രസോളോ പോലുള്ള ഗുളികൾ, ചിലർക്ക് നല്ല ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു കിട്ടും. അപ്പം പലപ്പോഴും ഈ മരുന്ന് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ ജീവിത രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ട്, അത് മരുന്ന് കഴിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് സാധിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് കഴിഞ്ഞാൽ ചിലർക്ക് മുടി കൊഴിച്ചിൽ വരും. ഈ മുടി കൊഴിച്ചിൽ നമുക്ക് നമ്മൾ സാധാരണ പറയുന്നത് മുടി കൊഴിച്ചിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റാണ്. 100 പേർക്ക് കഴിച്ച് കഴിഞ്ഞാൽ 5-10 പേർക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ വരും. പക്ഷേ അങ്ങനെ മുട്ടയൊന്നും ആകത്തില്ല, പക്ഷേ മുടിയുടെ ഉള്ളു കുറയും. അതൊരു പ്രശ്നമാണ്.
അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം. ഒന്നെന്ന് വെച്ചാൽ മെത്തോട്രെക്സേറ്റ് അസുഖം കൺട്രോൾ ആയി കഴിയുമ്പോൾ മെത്തോട്രെക്സിന് ഡോസ് കുറയ്ക്കുന്നതനുസരിച്ച് ഈ മുടിയൊക്കെ തിരിച്ചു വരും. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ മുടി പോകുന്നത് ഭയങ്കര ഒരു ചിന്തയുള്ളവരാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് മെത്തോട്രെക്സിന് ഡോസ് കുറയ്ക്കുക, അതുപോലെ ബയോട്ടിനോ അതുപോലെയുള്ള എന്തെങ്കിലും വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ മുടി കൊഴിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൻ്റെ ഒരു ചെറിയ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചെയ്ത് അത് ഈ സൈഡ് എഫക്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും.